നമ്മൾ എത്ര നല്ല ഡ്രൈവർ ആയിട്ടും കാര്യമില്ല, ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് നമ്മുടെ കാറിന്റെ ലുക്സിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന്റെ അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഡാഷ് ക്യാമിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നത് റെഡ് ടൈഗർ എന്ന ബ്രാൻഡിന്റെ F7N Elite എന്ന് പറയുന്ന ഒരു മോഡലാണ്. റെഡ് ടൈഗറിന്റെ ഒഫീഷ്യൽ സൈറ്റ് എന്നോ ആമസോണിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. മാത്രമല്ല നമ്മുടെ താഴെ കാണുന്ന കൂപ്പൺ കോഡ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൈസിൽ നിന്നും 5% ഡിസ്കൗണ്ട് വേറെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്യാവശ്യം ഫീച്ചർ ലോഡർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ഡുവൽ ഡാഷ് ക്യാം ആണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് 4Kയിലും റിയർ 180p റെസൊല്യൂഷനിലും റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. വോയിസ് കൺട്രോൾ വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ ട്രാൻസ്ഫർ റെഡ് ടൈഗറിന്റെ ആപ്പ് വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓടുന്ന സമയത്ത് മാത്രമല്ല, വണ്ടി പാർക്കിങ്ങിൽ ഇടുന്ന സമയത്തും നമ്മുടെ ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇൻസ്റ്റാളേഷനും വളരെ സിമ്പിൾ ആണ്. ഇതിന് ബോക്സിനകത്ത് നമുക്ക് 2 ക്യാമറ കൂടാതെ മൗണ്ട്സ്, കേബിൾസ്, അതുപോലെ 3000-ന് മുകളിൽ കോസ്റ്റ് വരുന്ന 128 GB ഒരു മെമ്മറി കാർഡ് വരുന്നുണ്ട്. ഏകദേശം 10 മണിക്കൂറോളം നമുക്ക് അതിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സ്പേസ് ലഭിക്കുമെന്നുള്ളതാണ്. സോ അതുകൂടി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു 3000 രൂപ വർത്തായിട്ടുള്ള മെമ്മറി കാർഡ് കൂടി ലഭിക്കുമ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന 14,000 രൂപയോളം എന്ന് പറയുന്നത് അത്രയും ലോവസ്റ്റ് ആണ് എന്നുള്ളതാണ്. പിന്നെ വൈഫൈയുടെ സ്പീഡ് ഞാൻ പറഞ്ഞു 5.8 GHz ആണ് വരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന ഏത് ഡാഷ് ക്യാമിനേക്കാൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വൈഫൈ കണക്ഷൻ ആണ് നമുക്ക് ഇതിൽ ലഭിക്കുക. ഇൻസ്റ്റാളേഷൻ ആണെന്നുണ്ടെങ്കിലും വളരെ സിമ്പിൾ ആണ്. നമുക്ക് ഫ്രണ്ട് ക്യാമറ വിൻഷീൽഡായിട്ട് പ്ലേസ് ചെയ്യാം. റിയർ ക്യാമറ നമുക്ക് പുറത്ത് തന്നെ ഫിറ്റ് ചെയ്യാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത വന്നുള്ളത്. സാധാരണ നമ്മുടെ ക്യാമറകളൊക്കെ നമ്മൾ കാറിന്റെ ഗ്ലാസ്സിനകത്താണ് ഫിറ്റ് ചെയ്യുമെങ്കിൽ റെഡ് ടൈഗർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റിയർ ക്യാമറ പുറത്ത് തന്നെ ഫിറ്റ് ചെയ്യുന്ന രൂപത്തിലാണ്. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു വിസിബിലിറ്റി അല്ലെങ്കിൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ നമ്പർ പ്ലേറ്റ് മുകളിലായിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഫുട്ടേജ് ക്ലാരിറ്റി നമുക്ക് റിയർ വ്യൂ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് DRM ആയിട്ട് കൂടി റിയർ ക്യാമറയുടെ ഒരു വ്യൂ ഞാൻ യൂസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ വീഡിയോ ക്വാളിറ്റി തന്നെയാണ്. ഫ്രണ്ട് 4K റെസൊല്യൂഷൻ റെക്കോർഡ് ചെയ്യുന്നത് സോണിയുടെ സ്റ്റാർവിസ് 2 എന്ന് പറയുന്ന സെൻസർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് ആണെങ്കിലും ഡാർക്ക് ഏരിയസിലാണെങ്കിലും ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഫുട്ടേജസ് ആണ് ഇന്ന് ലഭിക്കുന്നത്. ഇനി ഡേ ടൈമിൽ തന്നെ അതേ ക്വാളിറ്റി തന്നെയാണ് നൈറ്റ് വ്യൂ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ സർപ്രൈസിൽ നമുക്ക് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴയത്ത് ഓടിച്ചപ്പോഴും നമ്മൾ സാറ്റിസ്ഫൈ ആക്കുന്ന രൂപത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രൂപത്തിലൊരു വീഡിയോ ക്വാളിറ്റി തന്നിട്ടുണ്ട്. ആ കാര്യത്തിൽ റെഡ് ടൈഗർ ഞാൻ ലൈക്ക് കൊടുക്കുകയാണ്. ഇംപ്രസീവ് ആണ് പെർഫോമൻസ് എന്ന് പറയാം. ഇനി അതിൽ സെക്കൻഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ, ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എടുത്ത് പറയാനുള്ളത് വോയിസ് കൺട്രോൾ ആണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് എന്തെങ്കിലും ഇൻസിഡന്റ് കണ്ടു, ആ ഒരു ഏരിയത്തെ ആ ഒരു ഫുട്ടേജ് മാത്രം നമുക്ക് സെപ്പറേറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ലോക്ക് ചെയ്യാൻ ഒരു കമാൻഡ് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഓരോ വോയിസ് കൺട്രോളിന് എല്ലാത്തിനും ഓരോ കമാൻഡ് ഉണ്ട്. ഇപ്പോൾ വീഡിയോ മാറ്റി വെക്കാനാണെന്നുണ്ടെങ്കിൽ ലോക്ക് വീഡിയോ, യെസ്, അപ്പോൾ അവിടെ ലോക്കിന്റെ ഒരു ബട്ടൺ വന്നു. ആ 1 മിനിറ്റ് സമയത്ത് റെക്കോർഡിങ് വേറൊരു ഫോൾഡറിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ആ സമയത്ത് നമുക്ക് ഫുട്ടേജസ് തിരഞ്ഞെടുക്കേണ്ട, പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ നമുക്കൊരു പിക്ചർ എടുക്കുന്നെങ്കിൽ ടേക്ക് പിക്ചർ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ പിക്ചർ എടുക്കും. ആ സമയം അതും സേവ് ആയി സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. ഒരു വണ്ടിയുടെ നമ്പർ വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ ഓഫ് ആക്കാം, ഓൺ ആക്കാം. ടേൺ ഓഫ് സ്ക്രീൻ, യെസ്, ഇപ്പോൾ സ്ക്രീൻ ഓഫായി. സോ ഇത്തരത്തില് വോയിസ് കൺട്രോളും അടിപൊളിയായിട്ടൊരു ഫീച്ചറായി തോന്നി. പിന്നെ നമുക്ക് മൈക്ക് ഓൺ ഓഫ് ഒക്കെ ഷോർട്ട് കട്ട് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു. അത്തരത്തിൽ വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇതിന്റെ 24/7 സർവൈലൻസ് ആണ്. അതായത് നമുക്ക് ഇതിന്റെ കൂടെ ഒരു കേബിളുകൾ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ നിങ്ങൾ കണ്ടിട്ട് സിഗരറ്റ് ലൈറ്റർ എന്നൊക്കെ കണക്ഷൻ എടുത്തിട്ട് പവർ കൊടുക്കുന്ന ഡാഷ് ക്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് അങ്ങനെയല്ല, ഡയറക്റ്റ് ആണ് നമുക്ക് ECU കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിനുള്ള കേബിള് ഒന്നും നമ്മൾ പ്രത്യേകം വാങ്ങേണ്ടതില്ല, എല്ലാം ഇൻക്ലൂഡ് ആണ് ആ ബോക്സിൽ. അത് അറിയുന്ന ആളുകൾ കൊണ്ട് ഫിറ്റ് ചെയ്യിക്കുക എന്നുള്ള മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ കൊടുത്താൽ നമ്മൾ വണ്ടി പാർക്കിങ്ങിലാണെങ്കിൽ വരെ, ഓടുന്ന സമയത്ത് മാത്രമല്ല വണ്ടി പാർക്കിങ്ങിൽ ഇടുന്ന സമയത്തും നമ്മുടെ ക്യാമറ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും ചുറ്റുപാട്. ആരെങ്കിലും നമുക്കിത് വണ്ടിയിലൊന്ന് ടച്ച് ചെയ്താലോ, സ്ക്രാച്ച് ആയാലോ, അല്ലെങ്കിൽ വണ്ടി ഒന്ന് തുറക്കാൻ ശ്രമിച്ചാലോ ഒക്കെ അപ്പോൾ തന്നെ ക്യാമറ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി ക്യാപ്ചർ ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു സേഫ്റ്റി, എക്സ്ട്രാ സേഫ്റ്റി കൂടി നമുക്ക് പാർക്കിങ്ങിന്റെ സമയത്ത് ലഭിക്കുന്നുണ്ട്. അതൊരു സെൻസർ ഒരു മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്താൽ അപ്പോൾ തന്നെ ഇത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ കിടിലൻ ഫീച്ചറാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണ ഞാൻ ചിന്തിച്ച പോലെ പലരും ചിന്തിക്കും അങ്ങനെ ഡയറക്റ്റ് കൊടുത്താൽ ബാറ്ററി ഡൗൺ ആവില്ലേ എന്നുള്ളത്. എന്നാൽ നമ്മുടെ ബാറ്ററിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ലോ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഫീച്ചറും റെഡ് ടൈഗർ ഈ ഒരു ക്യാമറയിൽ നൽകിയിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ഒരു നിശ്ചിത വോൾട്ടേജിന് താഴേക്ക് പോവാതെ
നമുക്ക് പ്രൊട്ടക്ട് ചെയ്യും. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യും എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ വന്നിട്ടുള്ളത്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് ഇപ്പോൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലിങ്ക് താഴെ കൊടുത്ത ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഈ ഒരു സെയിൽ നടക്കുന്ന സമയത്ത്. 1700 രൂപയുടെ ഡിസ്കൗണ്ടും ഒപ്പം നമ്മുടെ ഈ ഒരു കൂപ്പൺ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5% എക്സ്ട്രാ ഡിസ്കൗണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ മെമ്മറി കാർഡ് സ്ലോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ 128 GB മെമ്മറി കാർഡ്, ഏകദേശം നമുക്ക് നോർമൽ മെമ്മറി കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതല്ല നമുക്ക് ഇതിൽ യൂസ് ചെയ്യുക. ഡാഷ് ക്യാമിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ടൈപ്പ് മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുക. അതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതൊക്കെ ഒരു 3000 രൂപയുടെ മുകളിൽ കോസ്റ്റ് വരുന്ന മെമ്മറി കാർഡാണ് നമുക്ക് ഇതിനോടൊപ്പം ഫ്രീ ആയിട്ട് ബ്രാൻഡ് തരുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു 14,832 അതിൽ നിന്നും 5% ഡിസ്കൗണ്ടും കിട്ടി. ഒരു 3000 രൂപയുടെ മെമ്മറി കാർഡൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഡ്യുവൽ ഡാഷ് ക്യാം ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് വേറെ കിട്ടാനില്ലാത്തൊരു രീതിയിലാണ് ഉള്ളത്. സോ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമുക്ക് 100% ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. അതിൽ ഒരു മടി നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. താഴെ കൊടുത്ത ലിങ്കിൽ കയറിക്കോ, പർച്ചേസ് ചെയ്തോ, കൂപ്പൺ കോഡ് മറക്കാതെ അടിച്ച് ഡിസ്കൗണ്ട് നിങ്ങൾ വാങ്ങിക്കോ. ഉപയോഗിച്ചതിന് ശേഷം നിർബന്ധമായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമന്റ് ചെയ്ത് അറിയിക്കണം. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടതിന് ഒരുപാട് നേരത്തെ വീഡിയോ കാണാം. ബൈ ബൈ.